റോസേ ഇങ്ങടി എനിക്ക് ആരാകാനാ വലുതാകുമ്പോ ആരാകാനാ ആഗ്രഹം? ടീച്ചർ. എന്താ ടീച്ചറാകാൻ ആഗ്രഹം? പഠിപ്പിക്കാലോ. പിന്നെ എനിക്ക് ബ്യൂട്ടി പാർലർ ആവാനാ ഇഷ്ടം. ആണല്ലേ. ഡോക്ടറാകുമ്പോ കൂടുതൽ ശമ്പളം കിട്ടും. ഡോക്ടർ മനുഷ്യന്റെ ശരീരത്തെ മുറിക്കണ്ടായോ? ആനിവേഷൻ പഠിക്കടി. ആനിവേഷൻ സൂപ്പർ അല്ലേ? എന്റെ ടീച്ചർ ആണല്ലേ. അതാണ് ഏറ്റവും ഇഷ്ടം. എങ്ങനെയുണ്ട് പഠിത്തമൊക്കെ? എങ്ങനെയുണ്ട്? എക്സാം അല്ലേ? ആണല്ലേ. എക്സാം ഒക്കെ എളുപ്പമായിരുന്നോ? അല്ലേ. എന്നാ ശരി, നടക്കട്ടെ. നാളത്തെ പരീക്ഷയൊക്കെ എങ്ങനെയാ? നാളെ എന്താ വിഷയം? മലയാളം ഫസ്റ്റ്. ശരി, എന്നൊക്കെ കളിച്ചു നോക്കൂ. അപ്പ എന്നോട് ചോദിച്ചില്ലല്ലോ. ഓ, നിന്നോട് ചോദിക്കണല്ലേ? നീ വാ, നിന്നോട് ചോദിക്കട്ടെ. എന്താണ് നടക്കൊന്നും വേറെടാ? എന്തുവാടാ? ആണോ ഇവിടെ? ഓ, ഞാൻ നിന്നോട് ചോദിക്കട്ടെ, നിനക്ക് ആരാകാനാ ആഗ്രഹം? പള്ളിയിലച്ഛൻ. അപ്പൊ പെണ്ണ് കെട്ടണ്ടേ? പള്ളിയിലച്ഛനായ പെണ്ണ് കെട്ടാൻ പറ്റൂല, മനസ്സിലായോ? അപ്പൊ എന്ത് ചെയ്യും? പള്ളിയിലച്ഛനാണോ കൊച്ചിയിലച്ഛനാണോ? പള്ളിയച്ഛനും പെണ്ണ് കെട്ടണം. അത് നടക്കില്ല. ഇതിലൊന്നേ നടക്കത്തുള്ളൂ. ഒന്നേ പള്ളിയിലച്ഛനാവോ, അല്ലെങ്കിൽ കല്യാണം കഴിക്കുക. ഫേസ്ബുക്കിൽ പള്ളിയിലച്ഛനും ഭാര്യയും മക്കളും പോകുന്നത്. അത് മറ്റേ മർത്തോമാക്കാരല്ലേ? മർത്തോമ യാക്കോവാ. അത് കൊള്ളാം. ഇതൊക്കെ ഇത് ഒപ്പം കണ്ടോ? ആഹാ, അത് കൊള്ളാം. അതാകുമ്പോ കൊള്ളാല്ലേ? കല്യാണം നടക്കും, പള്ളിയച്ഛനാകും. നല്ല എഴുത്ത് കാണിക്കില്ലേ? പക്ഷെ അത് നടക്കൂല. നീ കത്തോലിക്ക സഭയാണ്. അതായത് കത്തോലിക്ക സഭയിൽ പെണ്ണ് കെട്ടാനും പുരോഹിതന് പെണ്ണ് കെട്ടാൻ കുടുംബം നോക്കാൻ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് യാക്കോബ സഭയിൽ ചേരാന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കത്തില്ല. നമ്മുടെ ഈ സഭയിൽ നിന്നും അങ്ങോട്ടും ആർക്കും പോകാൻ പറ്റത്തില്ല. യാക്കോബ മർത്തോമ സഭയിൽ നിന്നും ഇങ്ങോട്ടും വരാൻ പറ്റില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യാം? നല്ല കൂത്തായി. ഓടാ പോ, കാരണം ഓടാ പോ. ഞാൻ അങ്ങനെ തീരുമാനിക്കാം നിന്നെ അച്ഛനാക്കണോ പെണ്ണ് കെട്ടണോ ഉള്ളത്. കേട്ടാ? എന്നിരിക്കുന്നു. എന്ത് കഷ്ടമാ ന്യൂ ജനറേഷനെ. എവിടെ വരെ വളർന്നു നോക്കിയേ. ഓരോരോ പള്ളിയിൽ ഓരോരോ അച്ഛന്മാർക്ക് എവിടെയൊക്കെ പെണ്ണ് കെട്ടാം. പെണ്ണ് കെട്ടാത്ത അച്ഛന്മാരുണ്ട്, പെണ്ണ് കെട്ടുന്ന അച്ഛന്മാരുണ്ടെന്നവരെ അവർക്കറിയാം. പണ്ട് ഞാനും നോക്കിയാൽ മതിയായിരുന്നു. അച്ഛനും ആകായിരുന്നു, പെണ്ണും കെട്ടാറുണ്ട്. അതാ വലിയ കഷ്ടപ്പാടൊന്നുമില്ലേ. സൂചിച്ചായിരുന്നു. ആരോട് പറയാം, ഇനി എന്ത് പറയാം?